കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കേസ് ഡയറി ഹാജരാക്കാൻ NIA കോടതിയുടെ നിർദ്ദേശം. ബിലാസ്പൂർ NIA കോടതിയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചന്ദ്രൻ വൻഷിയോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് ഡയറി പരിശോധിച്ച ശേഷം മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ തീരുമാനമെടുക്കൂ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, അങ്ങനെ പ്രതീക്ഷയുടെയും നിർണായക ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുകയാണ് കോടതി. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ കേസ് ഡയറി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തേടുകയാണോ അനൂപ്? അതെ, കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഹാജരാക്കി കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അതായത് ജാമ്യം പരിഗണിക്കണമോ വേണ്ടയോ എന്ന തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർഭാഗം ഉണ്ടാകും എന്നും വിവരമുണ്ട്. അതായത് പ്രതീക്ഷയുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അത് കോടതി പരിഗണിച്ചു. അതിനുശേഷം കേസ് ഡയറിക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസ് ഡയറി ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത നടപടിക്രമത്തിലേക്ക് പോകും. അനൂപ്, അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ആശങ്കയ്ക്ക് ഇടയുണ്ടോ? കേസ് ഡയറി അതോ സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കേസ് ഡയറി പരിശോധിക്കുന്നത്? പക്ഷേ വകുപ്പുകളുടെ കാര്യം, ചുമത്തിയ വകുപ്പുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുകൂടി ചെയ്യുമല്ലോ. ഇത് സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ്. പക്ഷേ കേസ് ഡയറി പരിഗണിച്ചാണ്. ഇത് NIA കോടതി പരിഗണിക്കേണ്ട ഒരു കേസാണോ അല്ലയോ, അങ്ങനെ ഒരു കേസാണെങ്കിൽ അതിന് ജാമ്യം കൊടുക്കാൻ വ്യവസ്ഥയുണ്ടോ നിലവിൽ എന്നൊക്കെ പരിശോധിക്കുക. അതുകൊണ്ട് ഈ കേസ് ഡയറി പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.